ഗുഡ് മോർണിംഗ് ബിലബഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് നമ്മൾക്ക് പ്രിയ കഴിഞ്ഞ ആഴ്ചയിൽ എവിടെ നിർത്തിയോ അവിടെ നമുക്ക് തുടങ്ങാം. നീതി വിശ്വാസത്താൽ അത് നിങ്ങളുടെ പ്രവൃത്തികൾ കൂടാതെ. ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഒന്ന് എന്നോട് കൂടെ ഏറ്റു പറയാമോ? ഞാൻ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. ഒന്നും കൂടെ ഒരുമിച്ച്, ഞാൻ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. ഒന്നും കൂടി, ഞാൻ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. നമ്മൾ ഇന്നത്തെ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വിശദമായി നിങ്ങളോട് നമ്മുടെ രക്ഷ എങ്ങനെയാണ് നടന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടി. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകത്തിൻ്റെ ആരംഭത്തിന് മുന്നമേ സ്വർഗീയ പിതാവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. അതിങ്ങനെയായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ കൂട്ടായ്മയോടെ ഒരുമിച്ചവർ പറഞ്ഞു, വരും നമുക്ക് മനുഷ്യരെ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കാമെന്ന്. ദൈവം ആദമിനെ സൃഷ്ടിച്ചു, അവൻ്റെ മഹത്വത്താൽ അവനെ നിറച്ചു, അവൻ അധികാരം നൽകി. ആ എല്ലാറ്റിൻ്റെയും മുകളിൽ അവൻ സൃഷ്ടിച്ചതിൻ്റെ ആദം ഏറ്റവും അവസാനമാണ് അവനെ സൃഷ്ടിച്ചത്. പിതാവ് ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ആ ഭൂമിയിൽ ഇഴജന്തുക്കൾ, എല്ലാ രീതിയിലുള്ള ജീവജന്തുക്കളും, സമുദ്രത്തിൽ ജീവിക്കുന്ന ജന്തുക്കളും അതിനുശേഷം ആദമിനെ സൃഷ്ടിച്ചു. ആദം ഏദൻ തോട്ടത്തിൽ അവനെ ആക്കിയപ്പോൾ അവനെ ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ് അവനെ ആക്കിയിരുന്നത്. എല്ലാം അവന് വേണ്ടി മുന്നമേ വെച്ചിട്ടുണ്ടായിരുന്നു. സ്വർഗീയ പിതാവ് ആദമിനെ അതിൻ്റെ മുകളിലെല്ലാം വാഴുവാനാണ് അവനെ ആക്കിയിരുന്നത്. പിന്നെ പിതാവ് എത്രയധികം ജീവജന്തുക്കളെ ആദമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവോ, ആദം എന്തൊക്കെ പേര് അതിന് വെച്ചുവോ ആ ജീവജന്തുക്കൾക്ക്, അതെല്ലാം അതിന് പേരായി തീർന്നു. ഈ ഒരു രീതിയിലുള്ള ഒരു അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദമിന് നൽകിയത്. ഏദൻ തോട്ടത്തിൽ സ്വർഗീയ പിതാവ് ഒരുപാട് വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വൃക്ഷങ്ങളും അത് നല്ലതായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ അതെല്ലാം നല്ലതായിരുന്നു. സ്വർഗീയ പിതാവ് കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഈ വൃക്ഷത്തിൻ്റെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാം, പക്ഷേ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. ആദമും ഹൗവയും സാത്താൻ്റെ ശബ്ദം കേട്ട് അവർ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കുവാനിടയായി. അവർ ആ പ്രവൃത്തിയിലൂടെ, ആ പാപത്തിലൂടെ അവർ ആ മഹത്വത്തിൽ നിന്ന് വീണു പോകുവാനിടയായി. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് എല്ലാ ജീവജന്തുക്കളെയും ഉണ്ടാക്കിയപ്പോൾ അതിന് ധരിക്കുവാൻ ഒരു വസ്തുവും കൊടുത്തിരുന്നില്ല. എല്ലാം സ്വാഭാവികമായി അത് മറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജീവജന്തുക്കൾക്ക് ഒരു വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഒരു വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. സ്വർഗീയ പിതാവ് അവൻ്റെ മഹത്വത്താൽ അവരെ മറച്ചിരിക്കുകയായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ പെട്ടെന്ന് ആ പാപത്താൽ ദൈവത്തിൻ്റെ മഹത്വം അവരെ വിട്ടു പോകുവാനിടയായി. അവർക്ക് തോന്നുകയാണ്, ഞങ്ങൾ നഗ്നരാണ് എന്ന് പെട്ടെന്ന് തോന്നുകയാണ്. അവിടെ ഒരു കുറവ് വരുവാനിടയായി. നമുക്ക് എബ്രായ ഭാഷയിൽ കാണാൻ സാധിക്കും, ആദം പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ഹൗവയെ കണ്ടപ്പോൾ അവളെ പൂർണ്ണതയുള്ളതായിട്ടാണ് കണ്ടത്. പാപത്തിൽ വീണതിന് ശേഷം അപൂർണതയുള്ളതായിട്ട് ആണ്, കുറവിലാണ് കണ്ടത്. ആദം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. ആ കൽപ്പന തെറ്റിച്ചതിലൂടെ അവൻ പാപം ഈ ലോകത്തിലേക്ക് വരുവാനിടയായി. പാപത്തിലൂടെ മരണം ഈ ലോകത്തിൽ വന്നു. ദൈവം ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വേണ്ടി അവൻ മരണമുണ്ടാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ പാപത്തിലൂടെ മരണം വന്നു. പതിയെ പതിയെ എന്താണ് സംഭവിച്ചത്? ഈ ശരീരം മരണത്തിലേക്ക് പോകുവാൻ തുടങ്ങി. ആദമും ഹൗവയും ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതിലൂടെ അവരുടെ രണ്ടുപേരുടെയും ബുദ്ധിമണ്ഡലം, ആദമിൻ്റെയും ഹൗവയുടെയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൽ നിന്നും ആയിത്തീരുവാനിടയായി. ആ പാപബോധം അവരുടെ ഉള്ളിൽ വന്നു. എല്ലാ സൃഷ്ടികളും അവരുടെ ഒരു കർമ്മത്തിൻ്റെ ചക്രത്തിൽ അകപ്പെട്ടു പോകുവാനിടയായി. ഇതാണ് നമ്മൾ പറയുന്നത്, നീ നന്മ ചെയ്താൽ നല്ലത് ലഭിക്കും, നീ തെറ്റ് ചെയ്താൽ നിനക്ക് തെറ്റ് തന്നെ ലഭിക്കുമെന്ന്. ഇത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ചക്രത്തിൽ പാപത്തിലൂടെ മരണം ഉണ്ടാകുവാനിടയായിത്തീർന്നു.
അപ്പോൾ ദൈവത്തിൻ്റെ ആദമിൻ്റെ ഹവയ്ക്കും വേണ്ടിയുമുള്ള പ്ലാൻ ഇതായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, സത്യം ഇതാണ്, സ്വർഗീയപിതാവ് നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ തിരിച്ച് നമ്മുടെ രക്ഷ, നമ്മൾ ആ സ്ഥാനത്തേക്ക്, ആ ബന്ധത്തിലേക്ക് തിരിച്ച് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായ നമ്മളുമായ ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന്, ആ മുഴുവൻ സ്നേഹവും നമ്മുടെ മേൽ പകരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ അവന് അയച്ചത്. അവൻ ദേഹരൂപം എടുത്ത് ഈ ഭൂമിയിൽ വന്ന് അവൻ ആ ക്രൂശിൽ ആ മുഴുവൻ വിലയും കൊടുത്തു. അവൻ്റെ രക്തത്തിലൂടെ നമുക്ക് ആ തിരിച്ച് ആ പിതാവിൻ്റെ അടുത്തുള്ള സ്ഥാനം നമ്മൾക്ക് നൽകുവാനിടയായി. പക്ഷെ ഒരു കാര്യം, അവൻ നമ്മുടെ മുഴുവൻ പാപത്തെയും എടുത്തു. നമ്മുടെ മേലുണ്ടായിരുന്ന കുറ്റം അവൻ്റെ മേലെടുത്തു. നമ്മളെ എല്ലാവരെയും അവൻ സ്വതന്ത്രരാക്കി. പക്ഷെ ഇന്നും പല ക്രിസ്തുവിൻ്റെ ദേഹവും ഒരുപാട് പ്രാവശ്യം നമുക്കിങ്ങനെ തോന്നാം, നമുക്ക് ഇനിയും ഒരുപാട് എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്, അതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരാകാൻ അതിലൂടെ നമുക്ക് സാധിക്കൂ. ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഞാൻ തിരിച്ച് എൻ്റെ സ്ഥാനം എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കും ദൈവവുമായിട്ടുള്ളത്. ഒന്നും സത്യത്തിൽ നിന്നും ഇത്രയും വ്യത്യസ്തമാകുകയില്ല. ഇത് ഇന്നത്തെ ടോപ്പിക്കാണ്, അതിൻ്റെ ഒരു മുഖവര മാത്രമാണ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നീതി എന്ന് പറയുന്നത് അതെന്താണ്? ആ നീതി എന്ന് പറയുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിടുതൽ. വേറൊരു വാക്കിൻ്റെ അർത്ഥമുണ്ട്, നമ്മുടെ മുഴുവൻ അപരാധത്തിൽ നിന്നും വിടുതൽ. വിടുതൽ എന്നുള്ളതിൽ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി അവരുടെ ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ആ ആൾ അപരാധി, അത് വിടുതൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി അവരുടെ ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി അവർ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ആ അപരാധി ന്യായസനത്തിന് മുമ്പിൽ പോയി ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജഡ്ജി അവരോട് പറയുകയാണ്, നിനക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. നീ ചെയ്ത തെറ്റുകളിൽ നിന്നും, എന്തൊക്കെ വലിയ തെറ്റായിരുന്നെങ്കിലും നിനക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ബന്ദിക്ക് എന്താണ് പിന്നെ സംഭവിക്കുന്നത്? അയാൾ വിടുതൽ പ്രാപിക്കുകയാണ്, അവൻ കുറ്റമില്ലാത്തവനായി തീരുകയാണ്. അതേപോലെയാണ് ഞാനും നിങ്ങളും. ഒരു സമയത്ത് നമ്മൾ കുറ്റക്കാരായിരുന്നു, നമ്മൾ ബന്ധനസ്ഥരായിരുന്നു. യേശുക്രിസ്തു പക്ഷെ നമുക്ക് വിടുതൽ നൽകുവാനിടയായി. ഇന്ന് ഞാനും നിങ്ങളും ആ സത്യത്തിലൂടെ നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സ്വർഗീയ പിതാവ് ഇപ്പോൾ നമ്മളെ ഒരു അപരാധികളായിട്ടല്ല നമ്മളെ കാണുന്നത്, അല്ല ഒരു കുറ്റവാളികളായിട്ടല്ല, ഒരു ബന്ധനസ്ഥരായിട്ടല്ല. അവൻ നമ്മളെ സ്വതന്ത്രരായിട്ടാണ് കാണുന്നത്. വേറൊരു വാക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ ന്യായപ്രമാണം എന്നുള്ളത് വായിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, മോശയിലൂടെ 10 കൽപ്പന കൊടുത്തു. അതിന് വേറൊരു അർത്ഥമുണ്ട് ആ വാക്കിന്, പ്രവൃത്തി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്കൊരു എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യുക. ആ ന്യായപ്രമാണം എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക, ന്യായപ്രമാണത്തിൻ്റെ അർത്ഥം എന്താണ്. നമ്മൾ മുന്നോട്ട് വചനങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് പൗലോസ് എപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വിശ്വാസം, വിശ്വാസം, വിശ്വാസം. മുഴുവൻ പുതിയ നിയമത്തിലും എല്ലാ ലേഖനങ്ങളിലും ഈ വിശ്വാസം ആരോഗ്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഈ വിശ്വാസം നമ്മുടെ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. വിശ്വാസം നീതിക്ക് വേണ്ടിയാണ്. ആ വിശ്വാസം മാത്രമേ നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരാക്കുകയുള്ളൂ. ഇതാണ് ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മറ്റുള്ള സ്ഥലങ്ങളിലും, നീതി സ്ഥലങ്ങളിൽ വിശ്വാസത്തെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ വിശ്വാസം അത് ദൈവത്തിൻ്റെ പുത്രനിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് ബൈബിളിൽ നോക്കാം. നമ്മൾ ഒരു ആത്മിക ദേഹികളാണ്. സ്വർഗീയ പിതാവ് ആത്മാവാണ്, ഞാനും നിങ്ങളും ആത്മാക്കളാണ്. സ്വർഗീയ പിതാവ് അവൻ്റെ ജീവശ്വാസം ആദമിൻ്റെ മൂക്കിലൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പക്ഷെ ഞാനും നിങ്ങളും ജീവൻ നൽകുന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് നീതി അത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. അത് നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ്? നമ്മളെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ളവരാണ്. ആ വീണ്ടും ജനനം, അതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും ജനനത്തിൻ്റെ അർത്ഥം അത് പ്രാപിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിലൂടെ, ആ നീതിയുടെ ആത്മാവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുകയാണ്.
അപ്പോൾ ആ നീതിയുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ എന്താണ് പിന്നെ? നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയാണ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഏത് നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നുവോ നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. പുത്രൻ, അതിൻ്റെ അർത്ഥം ഇതാണ്, അതൊരു പുതിയ സൃഷ്ടി. നമുക്ക് മുന്നോട്ട് വചനങ്ങളിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 2:20 ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ പോയപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു അടക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെയാണ് അവൻ ജീവിച്ചത്? അല്ല. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നില്ല, പക്ഷെ ക്രിസ്തുവാണ് ഈ സമയത്ത് എന്നിൽ ജീവിക്കുന്നത്. അവനാണ് ഈ ലോകത്ത് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ. ക്രിസ്തു അവനാണ് എൻ്റെ ഉള്ളിൽ ശരിയായിരിക്കുന്നത്, നീതിയായിരിക്കുന്നത്. അവൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. എഴുതിയിരിക്കുകയാണ് മുന്നോട്ട്, ഞാനിപ്പോൾ ജീവിക്കുന്നതോ ആ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. നിങ്ങളുടെ നീതി എങ്ങനെയാണ് വന്നത്? ഞാനിപ്പോൾ പറഞ്ഞു, അത് വിശ്വാസത്തിലൂടെയാണ് വന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ പോയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും എന്തെങ്കിലും പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അത് വിശ്വാസമാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ന്യായപ്രമാണത്തിലൂടെ നീതിയാകാൻ സാധിക്കുമെന്ന്. ക്രിസ്തു മരിച്ചത് വെറുതെയായി. പിന്നെ നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതിൽ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു തുല്യത നോക്കാം. ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. നിങ്ങൾ പാപികൾ ആയത് നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ മൂലമാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആ നീതി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തിരിച്ചറിവാണ് ആത്മീയ രൂപത്തിൽ. അതേപോലെ നിങ്ങൾ ജന്മത്താൽ പാപികളായിരുന്നു, അതുപോലെ ജന്മത്താൽ ഇപ്പോൾ ഞാനും നിങ്ങൾ നീതിമാന്മാരാണ്. അതൊരു അവസ്ഥയാണ്, ഒരു തിരിച്ചറിവാണ്. നമ്മൾ പാപികളെ എണ്ണപ്പെട്ടു, നമ്മൾ ചെയ്ത പ്രവർത്തികൾ മൂലമല്ല. പക്ഷേ നമ്മൾ പാപികളിൽ എന്ന തിരിച്ചറിവ് ലഭിച്ചത് അത് ജനനത്താലാണ്. ആദത്തിൻ്റെ രക്തം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ തിരിച്ചറിവിനാൽ നമ്മൾ പാപം ചെയ്തു. മുന്നോട്ട് നമുക്ക് നോക്കാം വചനത്തിൽ നിന്നും. ആദമിലൂടെ മരണം, യേശുക്രിസ്തുവിലൂടെ ജീവൻ. നമുക്ക് വായിക്കാം. റോമർ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യൻ, ഇവിടെ എഴുതിയിരിക്കുകയാണ് ആദമിലൂടെ മരണം, യേശുക്രിസ്തുവിലൂടെ ജീവൻ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല.
ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചീകരിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിനെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതുകൊണ്ട് ഏക മനുഷ്യന്റെ ലംഘനത്താൽ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കെല്ലാം അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് മേഖലയുണ്ട്, രണ്ട് രീതിയിലുള്ള തിരിച്ചറിവാണ് ഇവിടെ. നമ്മുടെ തുടക്കം എവിടെ നിന്നാണ്? ആദമിൽ നിന്നും. ആദം ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ പാപം ഈ ലോകത്തിൽ വരുവാനിടയായി. അതുകൊണ്ട് ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ ഏക മനുഷ്യൻ പാപം ചെയ്തതിലൂടെ ഏതൊക്കെ വംശങ്ങൾ, ഏതൊക്കെ തലമുറകൾ ആദമിൽ നിന്നും ജനിച്ചുവോ അവരെല്ലാം സ്വാഭാവികമായി പാപികളുടെ തിരിച്ചറിവിലാണ് ജനിച്ചത്. പാപി അവർ ജന്മത്താലായിരുന്നു, അതവർ നമ്മുടെ തിരിച്ചറിവായിരുന്നു. എഴുതിയിരിക്കുകയാണ്, പാപത്തിലൂടെ മരണവും വരുവാനിടയായി. അതിലൂടെ കുറ്റബോധം വരുവാനിടയായി. അത് മരണം കൊണ്ടുവരുന്നു. ഇതൊരു വാസ്തവികതയാണ് ഇവിടെ ജീവിക്കുന്ന, ഈ മേഖലയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി. യേശുക്രിസ്തു എന്താണ് ചെയ്തത്? യേശുക്രിസ്തു വന്നു നമ്മുടെ വിടുതൽ നടത്തുവാൻ. അവൻ നമ്മളെ പുത്രന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിച്ചു. ആ കൽപ്പന യേശുക്രിസ്തു അനുസരിച്ചത് അത് എന്തിനായിരുന്നു? ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുവാൻ. യേശുക്രിസ്തു നീതിമാനായപ്പോൾ യേശുക്രിസ്തുവിന് ശേഷം ഏതൊക്കെ തലമുറകൾ യേശുക്രിസ്തുവിൽ ജനിച്ചുവോ അവരെല്ലാം നീതിമാന്മാരായി തീർന്നു. അതുകൊണ്ട് നീതി ഇന്ന് നമ്മുടെ ആത്മീയ തിരിച്ചറിവാണ്. അത് നമ്മുടെ യാഥാർത്ഥ്യമായ തിരിച്ചറിവാണ്. ഇതേ സ്ഥാനത്താണ് ഞാൻ ജീവിക്കുന്നത്. യേശുക്രിസ്തു എന്നിലുണ്ട്. അവനാണ് എന്നെ നീതിമാനാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പാപത്തിൻ്റെ തിരിച്ചറിവ് ലഭിക്കുന്നതിന് മുമ്പ്, ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പഴയ മനുഷ്യത്വത്തിലും നമ്മൾ ക്രിസ്തുവിനെ ഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. അത് ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം, ആ പ്രവൃത്തികൾ മൂലം നമുക്ക് ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരാകാൻ സാധിച്ചോ? നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആ നല്ല കാര്യങ്ങളും നിങ്ങളുടെ തിരിച്ചറിവ് മാറ്റുവാൻ അതിന് സാധിച്ചിരുന്നില്ല, നിങ്ങൾ പാപിയാണോ എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ക്രൂശിലൂടെ മാത്രമാണ് നിങ്ങൾ നീതിമാന്മാരാകുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നും വേറൊരു മേഖലയിലേക്ക് പോകുമ്പോൾ, എവിടെയെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ ആരോടെന്തെങ്കിലും ദേഷ്യത്തിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാജം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ എന്താണ് അത്? നമ്മുടെ തിരിച്ചറിവിനെ ഈ മേഖലയിൽ അത് മാറ്റുമോ? ഇല്ല. ഇവിടെ ഞാൻ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്, എൻ്റെ പ്രവൃത്തി മൂലമല്ലാതെ. ഏറ്റവും ആദ്യം തുടങ്ങുന്നതിന് വേണ്ടി എൻ്റെ പ്രവൃത്തി അല്ലായിരുന്നു എന്നെ നീതിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഞാൻ അതെങ്ങനെ നഷ്ടമാക്കുവാൻ എനിക്ക് സാധിക്കും? എൻ്റെ തെറ്റിലൂടെ. അതിൻ്റെ അർത്ഥം ഇതല്ല, നമ്മൾ പാപത്തിൽ നമ്മുടെ ജീവിതം നയിക്കുക എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പഠിക്കാം. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. നമുക്ക് മുന്നോട്ട് നോക്കാം. നമുക്ക് ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, എഴുതിയിരിക്കുകയാണ്, രണ്ട് മേഖലയുണ്ട്. ഒന്ന് പാപത്തിൻ്റെ മേഖല, ഒന്ന് നീതിയുടെ മേഖല. നിങ്ങൾ പാപത്തിൻ്റെ മേഖലയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് തന്നെത്താൻ അവിടുന്ന് പുറത്തു വരാൻ സാധിക്കുകയില്ലായിരുന്നു. യേശുക്രിസ്തു വന്നു എന്നെ നിങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുവാൻ. നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അങ്ങനെ സമൂഹമുണ്ട്, ഒരുപാട് അങ്ങനെയുള്ള അംഗങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങൾ പറയാറുണ്ട്, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നു, നമ്മൾ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തുകയാണ്.
ഇത് വളരെ വിശദമായിട്ട് ഒന്നുകൂടെ നോക്കാം. നമ്മൾ വീണ്ടും ആ വചനം വായിക്കുകയാണെങ്കിൽ 17-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നിങ്ങൾ പറയുകയാണ് ആദമിന്റെ പാപം വലുതാണ്, അത് യേശു ചെയ്തതിൽ നിന്നും, ഇപ്പൊ യേശു ചെയ്ത പ്രവൃത്തി എന്നെ നീതിയാക്കാൻ അതിന് സാധിക്കയില്ല എന്ന് നമ്മൾ പറയുകയാണ്. യേശു ക്രിസ്തു രക്തം ഒഴുക്കിയത് അത് പൂർണ്ണമല്ലായിരുന്നു, അതിന് എനിക്ക് പിതാവിന്റെ മുമ്പിൽ നീതിയാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ് കൃപയുടെയും സമൃദ്ധി ലഭിക്കുന്നവർ. നമ്മൾ പറയുകയാണ് ആ നീതിയുടെ മേഖലയിൽ നിന്ന് ഇനി ഒന്നിനും നമ്മൾ അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. ആ സമൃദ്ധി ഇവിടെ ജീവൻ നമ്മുടെ ആ മേഖലയിൽ നമുക്കുണ്ട്. ഇവിടെ നമ്മൾ രാജാക്കന്മാരായിട്ടാണ് ഈ മേഖലയിൽ വാഴുന്നത്. ഈ ആത്മീയ തിരിച്ചറിവിൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ളതിൽ നമ്മൾ നിലനിൽക്കുക. മുന്നോട്ട് വചനത്തിൽ നമുക്ക് വായിക്കാം, നമുക്ക് എടുക്കാം. എബ്രായർ അതിൻ്റെ 10-ാം അധ്യായം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നിങ്ങളുടെ PDF ഫയലിലും നിങ്ങൾക്കത് ലഭിക്കും. എബ്രായർ 10-ാം അധ്യായം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എബ്രായർ എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധകർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയോഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. താഴെ 9-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് യഹൂദ സമൂഹത്തിൽ ഒരു ആചാരമുണ്ടായിരുന്നു. കുഞ്ഞാട്ടുകുട്ടന്മാരുടെയും കാളകളുടെയും രക്തത്താൽ എല്ലാ വർഷവും അവർ ശുദ്ധീകരണം നടത്തും. പക്ഷേ ഈ മൃഗങ്ങളുടെ രക്തം അത് പാപത്തെ മൂടി വയ്ക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതും കുറച്ച് സമയത്തേക്ക് മാത്രം, ഒരു വർഷത്തേക്ക്. അതുകൊണ്ട് ഈ പ്രക്രിയ അവിടുത്തെ പുരോഹിതൻ എല്ലാ വർഷവും അത് ചെയ്യുമായിരുന്നു. എല്ലാ പ്രാവശ്യവും അവർക്ക് ആ പാപത്തിൻ്റെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. അതിലൂടെ ആ പാപബോധം എപ്പോഴും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ശുദ്ധീകരണം നടന്നു. അതിലൂടെ ആ പാപബോധം അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങളുടെ രക്തം അവർ മനുഷ്യൻ്റെ ബോധത്തെ, പാപബോധത്തെ അത് ശുദ്ധീകരിക്കുകയില്ലായിരുന്നു, അത് മറയ്ക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ആ കോളാട്ടുകുട്ടന്മാരുടെയും കാളകളുടെയും രക്തത്താൽ അത് നമ്മളുടെ നീതി അത് നിത്യജീവനിലേക്ക് ഒരിക്കലും നടക്കുകയില്ലായിരുന്നു. യേശു എന്താണ് ചെയ്തത്? യേശു ഈ ലോകത്തിൽ വന്നു, അവൻ ക്രൂശിൽ കയറി, അവൻ്റെ രക്തമൊഴുക്കി
അത് എൻ്റെ മുഴുവൻ പാപങ്ങളെയും, എൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ പാപങ്ങളെയും തന്നിൽ എടുക്കുക മാത്രമല്ല, എൻ്റെ ഉള്ളിലുള്ള പാപബോധം, എന്നെ കുറ്റം വിധിച്ചു കൊണ്ടിരുന്നത്, അതിനെ ദൂരത്താക്കി ഒരു പുതിയ ഹൃദയം എനിക്ക് തന്നു. അതായിരുന്നു ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി. എൻ്റെ ഇന്നലത്തെകളെയും ഇന്നും നാളത്തെയും വരുവാനുള്ള എല്ലാ പാപങ്ങളെയും അവൻ എടുത്തു. യേശുക്രിസ്തു ആ മുഴുവൻ പാപവും വരാനുള്ള തലമുറകളുടെയും കഴിഞ്ഞ തലമുറകളുടെയും ഇന്നത്തെ ആളുകളുടെയും എല്ലാ പാപങ്ങളെയും അവൻ എടുത്തു. അവൻ പാപമായി തീർന്നു. അവൻ പാപമായതിലൂടെ നമ്മൾ അവനിൽ ഇപ്പോൾ നീതിമാന്മാരായിരിക്കുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ പഴയ ആ നിയമത്തെ എടുത്ത് ആ മരണത്തിലൂടെ ഒരു പുതിയ നിയമം അവൻ സ്ഥാപിക്കുകയാണ് അവൻ്റെ രക്തത്തിലൂടെ. പിന്നെ അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് പോയിരിക്കുകയാണ്. അവൻ എന്തിനാണ് ഇരുന്നത്? എന്തുകൊണ്ടെന്നാൽ അവൻ ആ പ്രവൃത്തി, ആ എല്ലാ പ്രവൃത്തികളെയും അവൻ പൂർത്തീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, അത് വിശ്വാസത്തിലൂടെ. എൻ്റെ എല്ലാ അവകാശങ്ങളെയും. മുന്നോട്ട് 16 വാക്യം നമുക്ക് വായിക്കാം. മുന്നോട്ട് നമുക്ക് നോക്കാം. 16 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്നരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എത്രയധികം പാപങ്ങളുടെ ശിക്ഷയുണ്ടായിരുന്നു, അതെല്ലാം യേശുക്രിസ്തു അവൻ്റെ ശരീരത്തിൽ എടുത്തു, പൂർത്തീകരിച്ചു. നമുക്ക് മുന്നോട്ട് നോക്കാം. ഇപ്പോൾ ഞാനും നിങ്ങളും ഉണർന്നിരിക്കുകയാണ്. നമ്മുടെ രക്ഷ, നമ്മുടെ വിടുതൽ, അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരേ ഒരു സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ തിരിച്ചറിവിൽ, നിങ്ങളുടെ യഥാർത്ഥ ആത്മീയ തിരിച്ചറിവിൽ നിങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ നീതിയാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു കൊള്ളുക എന്നാണോ? നമ്മളിതിനെക്കുറിച്ച് മുന്നോട്ട് നോക്കാം. നമുക്ക് മുന്നോട്ട് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ ഈ രീതിയിൽ എഴുതിയിരിക്കുകയാണ്, നീതിക്ക് വേണ്ടി ഉണരുകയും പാപത്തിന് വേണ്ടി പാപം ചെയ്യാതിരിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം, എത്രയധികം നിങ്ങൾ ഉണരുന്നുവോ നിങ്ങളുടെ നീതി ബോധത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പാപം ചെയ്യുകയില്ല, പാപത്തിൻ്റെ മേഖലയിൽ പിന്നെ ജീവിക്കുകയില്ല. പാപത്തിൽ ജീവിക്കുന്നത് ഒരു പുത്രനെ സംബന്ധിച്ച് അത് അസംഭവമായ കാര്യമാണ്. പിന്നെ ആ ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തിയും നമ്മൾ അതിലൂടെ അകപ്പെടുന്നത് ആ പാപത്തിലുള്ളത്. നിങ്ങൾക്കറിയാമോ, എത്രയധികം നമ്മൾ ഉണരുന്നുവോ, നമ്മൾ ആരാണ്, നമ്മുടെ നീതിയിൽ നമ്മൾ ഉണരുന്നുവോ, ആ പാപം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും മാറിപ്പോയിക്കൊണ്ടേയിരിക്കും, ദൂരത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് വചനത്തിൽ നോക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഞാനും നിങ്ങളും വീണ്ടും ജന്മം പ്രാപിച്ചു ആത്മാവിലൂടെ. ഏത് നിമിഷം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ, ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുകയാണ്, നമ്മൾ സ്വർഗീയ ജാതിയായി തീർന്നിരിക്കുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആ കെടാത്ത ബീജം യേശുക്രിസ്തു ജഡമായി വന്നതൻ ആത്മീയ രൂപത്തിൽ, അവൻ്റെ വിത്ത് അത് നമ്മളിലുണ്ട്. അവർക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്ക് ഇതൊന്നുകൂടെ വായിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ തിരിച്ചറിവിൽ എത്രയധികം നമ്മൾ ഉണരുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ അന്ധകാരവും നമ്മൾ ദൂരത്തായി തീരും. നമുക്കൊരു വചനം കൂടി വായിക്കാം. റോമർ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. കൃപയുടെ സമ്മാനം, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു,
എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ആ സമ്മാനത്തിൻ്റെ കാര്യം, ആ സമ്മാനം എന്താണ്? ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ആദം മൂലം കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാൻ സുന്ദരമായൊരു സമ്മാനം ഞാൻ കൊണ്ടുവരികയാണ്. ചിലപ്പോൾ അത് ക്രിസ്മസിന് വേണ്ടി അല്ലെങ്കിൽ അത് നല്ലതായിട്ട് അത് പാക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം അതിനുവേണ്ടി എങ്ങനെയായിരിക്കും? നിങ്ങൾ ആ സമ്മാനം വേണ്ട എന്ന് പറയുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറയുമോ, അല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കുക ആ സമ്മാനം മേടിക്കുവാൻ വേണ്ടി? നിങ്ങളത് സ്വീകരിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഇത് സത്യമാണ്. നിങ്ങൾ ആ സമ്മാനം അത് സ്വീകരിക്കുക മാത്രം ചെയ്യും. ദൈവത്തിൽ നിന്നുള്ള ആ നീതി എന്ന സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചു. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ സ്വീകരിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്താൽ എത്രയധികം നിങ്ങളത് സ്വീകരിക്കുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ നീതി ബോധത്തിൽ നിങ്ങൾ ഉണരുവാനിടയായിത്തീരും. നിങ്ങൾ ആ സമ്മാനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ, പിന്നെ സ്വർഗീയ പിതാവ് നിങ്ങളെ നീതിയിൽ കാണുവാനിടയാകും. നിങ്ങളുടെ പ്രവൃത്തികൾ കൂടാതെ, നമ്മുടെ പ്രവൃത്തികളാൽ നമുക്ക് ഒരിക്കലും നീതിമാന്മാരാകാൻ സാധിക്കുകയില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ PDF ഫയലിലും ഈ വചനം. അതെ, യെസ്, ഈ വചനമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായി പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് ആ വിടുതൽ ഇങ്ങനെയാണ് നമ്മൾ പ്രാപിച്ചത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ. ആ പാപങ്ങളുടെ വിടുതൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മൂലമോ അല്ല കർമ്മത്തിനനുസരിച്ചോ ആണോ നമ്മൾക്ക് ലഭിച്ചത്? അല്ല. പക്ഷേ അത് യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി തീരുവാനിടയായി തീർന്നു. നമുക്ക് മുന്നോട്ട് നോക്കാം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പാപം അറിയാത്തവനെ, ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ, പിതാവ് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾ വായിച്ചു, അവൻ പാപം അറിയാത്തവനെ, സ്വർഗീയ പിതാവ് അവനെ പാപമാക്കി തീർത്തു. യേശുക്രിസ്തു എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിരുന്നു അവൻ പാപമാവാൻ വേണ്ടി? ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, പാപം അവൻ്റെ ഉള്ളിലില്ലായിരുന്നു. ഒരു പാപവും അവൻ ചെയ്തിട്ടില്ല, ഒരു പാപവും അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ പാപം അറിയാത്തവനെ, നമ്മുടെ എല്ലാവരുടെയും പാപം, അത് നമ്മുടെ ശരീരത്തിൻ്റെ പാപമാണെങ്കിലും നമ്മുടെ രോഗമാണെങ്കിലും എല്ലാ കാര്യങ്ങളും, എത്രയധികം പാപങ്ങൾ, മുഴുവൻ മാനവരാശിയുടെയും പാപത്തെ അവൻ എടുത്തുകൊണ്ട് സ്വയം പാപമായി തീർന്നു. അതേപോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നീതി ഉണ്ടായിരുന്നോ? നമ്മളെന്തെങ്കിലും നീതി പ്രവർത്തികൾ ചെയ്തിരുന്നോ? ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ നീതി അത് എനിക്കും നിങ്ങൾക്കും ഒരു സമ്മാനത്തിൻ്റെ രൂപത്തിൽ നൽകുകയാണ്. ഇതാണ് ഒരു കൊടുക്കൽ വാങ്ങൽ ക്രൂശിൽ നടന്നത്. ഇന്നത്തെ സമയത്ത് ഞാൻ നീതിയായിരിക്കുന്നത് എൻ്റെ പ്രവൃത്തികൾ മൂലമോ എൻ്റെ കർമ്മം മൂലമോ അല്ല. ഞാൻ നീതിയായിരിക്കുന്നത് യേശു ക്രിസ്തുവിനുള്ള ദൈവത്തിൻ്റെ പുത്രനുള്ള വിശ്വാസത്താലാണ് ഞാൻ നീതിയായിരിക്കുന്നത്. നിങ്ങൾ യേശു ക്രൂശിൽ ചെയ്തതിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിങ്ങൾ നീതിമാന്മാരാകുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 3-ാം അധ്യായം 13-14. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ക്ഷാമത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഒരു കൊടുക്കൽ വാങ്ങൽ ഇവിടെ നടക്കുകയാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശാപം അത് യേശു എടുത്തു. എത്രയധികം നന്മകൾ, അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ആ എല്ലാ നന്മകളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വരുവാനിടയായി. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ? ഇല്ല.
ഒരു സമ്മാനമാണ്. ആ സമ്മാനം പ്രാപിക്കുവാൻ വേണ്ടി ഒരേ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, അത് സ്വീകരിക്കണം. നമുക്ക് മുന്നോട്ട് പോകാം. ചില ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. നമ്മൾ അറിഞ്ഞു ഇന്നത്തെ സമയത്ത് ഞാനും നിങ്ങളും നീതിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തികൾ മൂലമോ നമ്മുടെ കർമ്മങ്ങൾ മൂലമോ അല്ല. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു പാപമായി തീർന്നു. പ്രവൃത്തി ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല. എഴുതിയിരിക്കുകയാണ്, പാപം അറിയാത്തവനെ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ എടുത്തുകൊണ്ട് അവൻ പാപമായി തീർന്നു. യേശു ക്രിസ്തു ആ കൊടുക്കൽ വാങ്ങലിൽ നമ്മുടെ എല്ലാവരുടെയും പാപവും ശാപവും അവൻ എടുത്തു. തിരിച്ച് അവൻ നമ്മുടെ നീതി, അവൻ്റെ നീതി അനുഗ്രഹം നമുക്ക് തന്നു. ആ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മൾ അതിൽ ജീവൻ കാണുന്നത്, ആ സ്വർഗീയ ആരോഗ്യം, അതെല്ലാം നമ്മൾക്ക് കൊടുക്കൽ വാങ്ങൽ ലഭിക്കുകയാണ്. ആ ശിക്ഷ, മരണത്തിൻ്റെ ശിക്ഷ ആ പാപത്തിലൂടെ ഉണ്ടായിരുന്നത്, അത് യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിലെടുത്തു. എല്ലാ കുറ്റവും ശിക്ഷയും യേശു ക്രിസ്തു എടുക്കുവാനിടയായി. യേശു ക്രിസ്തു ആ എല്ലാ പാപത്തിൻ്റെയും മരണത്തിനെയും അവൻ എടുത്തതിന് അവൻ അതിന് യോഗ്യനായിരുന്നു? അല്ല. എന്നിട്ടും അവൻ നമ്മുടെ എല്ലാ ശാപവും മരണവും എടുത്തു. അവൻ്റെ നന്മ എനിക്കും നിങ്ങൾക്കും ലഭിച്ചത്, അതിന് നമ്മൾ യോഗ്യരായിരുന്നോ? അവൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് യോഗ്യതയുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ നമ്മൾക്കത് ആ നന്മകൾ ലഭിച്ചുവോ? ലഭിച്ചു. ആ കൃപയാൽ ആ എല്ലാ നന്മകളും നമുക്ക് ലഭിച്ചു. സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവുമായി അങ്ങനെ കാണിച്ചത്, ഏറ്റവും പാപിയായ വ്യക്തിയോട് ചെയ്യുന്നത് പോലെ അവനോട് ചെയ്തു ക്രൂശിന് മുകളിൽ. അതിനവൻ യോഗ്യനായിരുന്നോ? പക്ഷേ അല്ല. സ്വർഗീയ പിതാവ് ഇന്നത്തെ സമയത്ത് നമ്മെ ശരിയായി മുഴുവൻ നീതിമാന്മാരായി നമ്മളെ കാണുന്നു. അതെ, കാണുന്നു. നമുക്കതിന് യോഗ്യതയുണ്ടായിരുന്നോ? നമ്മളത് നമ്മുടെ പ്രവൃത്തികൾ മൂലം സമ്പാദിച്ചതാണോ? അല്ല. അതൊരു സമ്മാനമാണ്, അതൊരു ദാനമാണ് നമ്മുടെ സ്വർഗീയ പിതാവിൽ നമുക്ക് ലഭിച്ചത്. നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ നീതി അത് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെ അല്ല നമ്മൾക്കത് ലഭിച്ചത്. പക്ഷെ ആ നീതി അത് സ്ഥാപിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതിൽ എൻ്റെയും നിങ്ങളുടെയും ജീവൻ മറഞ്ഞിരിക്കുന്നു. മുഴുവൻ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ആ നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്താലുള്ള നീതി, പ്രവൃത്തികൾ മൂലമുള്ള നീതിയല്ല. ഏത് നിമിഷം പാപം സംഭവിച്ചുവോ, നമ്മളൊരു കാര്യം പഠിച്ചു. ആദമും ഹൗവയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചപ്പോൾ ഒരു ലോകത്തിൻ്റെ അറിവ്, ജ്ഞാനം അത് ഈ ലോകത്തിൽ വന്നു, നന്മതിന്മകളുടേതായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ആളുകൾ മനസ്സിലാക്കി. നല്ലതെന്താണെന്നും അത് നല്ലതിനെ തെറ്റെന്നും തെറ്റിനെ നല്ലതെന്നും അവർ പറയാൻ തുടങ്ങി. ഒരു കർമ്മത്തിൻ്റെ ചക്രത്തിൽ മുഴുവൻ മാനവരാശിയും വീണുവാനിടയായി. ആദമും ഹവ്വയും ആ മേഖലയിൽ വീണു. ആ മേഖലയിൽ അവർക്ക് ശാപം ലഭിക്കുവാനിടയായി. എല്ലാ കാര്യങ്ങളും പ്രാപിക്കുവാൻ വേണ്ടി അവർക്ക് അധ്വാനിക്കേണ്ടി വന്നു. എല്ലാം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, നന്മകൾ ലഭിച്ചുകൊണ്ടിരുന്നത്, അത് പ്രവൃത്തികൾ മൂലമാണ് അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നത്. ആ മേഖലയിൽ, അങ്ങനെ ഒരു മേഖലയിൽ അവർ വീണുപോയിരുന്നു. ഈ മുഴുവൻ മേഖലയും പ്രവൃത്തികളിൽ അധിഷ്ഠിതമാണ്. ഈ വ്യവസ്ഥയാണ് ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലും നമ്മൾ കാണുന്നത്. പതിയെ പതിയെ വരുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ശരീരമുണ്ട്. അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് സ്വർഗീയ പിതാവിൽ നിന്ന് നന്മ വേണമെങ്കിൽ നിങ്ങൾ 40 ദിവസം ഉപവാസം എടുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നന്മകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ദാനം നൽകണം. നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നല്ല പ്രവൃത്തികളാണ്. പക്ഷേ ഇത് നിങ്ങൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മുന്നമേ നിങ്ങളെ നീതിമാന്മാരാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് അതിനുശേഷം ആ നീതി പ്രാപിക്കുവാനല്ല ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് സ്ഥാനമുണ്ട് ഇങ്ങനെയുള്ള പഠനം നടത്തുന്നവർ. ഇത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ പ്രവൃത്തികളും ശരീരത്തിൽ നിന്ന് വരുന്നത് അത് മരണമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസമാണ് നമ്മളെ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ മുമ്പിൽ നീതിമാന്മാരാക്കുന്നത്. നമ്മൾ മുന്നോട്ട് വചനത്തിൽ നിന്നും ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വായിക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, 12-ാം വാക്യം മുതൽ വായിക്കാം. ഇതിൻ്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചത്. നമ്മൾ ആ കാര്യങ്ങൾ അറിയണം. ദൈവം നമുക്ക് നൽകിയത് അറിയാൻ. നിങ്ങൾക്കറിയാമോ, ന്യായപ്രമാണം നൽകിയത്
അതൊരു യേശു ക്രിസ്തു വരുന്നത് വരെ ഒരു ഉപദേശകനായിട്ട് അത് കൊടുത്തത് മനുഷ്യരറിയണമായിരുന്നു അവരുടെ ഉള്ളിൽ പാപമുണ്ട് എന്നും ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി അവർക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു. നമുക്ക് വായിക്കാം ഗലാത്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ആ ന്യായപ്രമാണം നൽകിയത് നമ്മൾ ശരീരത്തിൽ ഒരിക്കലും നമുക്ക് എല്ലാ കൽപ്പനകളെയും പ്രമാണിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. മനുഷ്യൻ അവരുടെ അവസാനം തെറ്റിയാലും നമ്മുടെ ചിന്തയിൽ നിന്ന് പുറത്തു വന്നാലും നമ്മൾ സ്വയം ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരാകാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസത്താൽ നിങ്ങൾ പറയുക, ഞാനല്ല പിതാവേ, പക്ഷേ ഞാൻ വിശ്വാസത്താൽ അങ്ങയുടെ നീതി പ്രാപിക്കാൻ എനിക്ക് സാധിക്കും, പ്രാപിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ യേശു ക്രിസ്തുവിൽ വന്നാൽ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചാൽ നമുക്ക് വീണ്ടും ഒരു ശിശുപാലകന്റെ അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്, സത്യവചനത്താൽ. അതുകൊണ്ട് വചനത്തിൽ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 25-ാം വാക്യത്തിൽ, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പക്ഷെ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ പുതിയതിലായിരിക്കുമ്പോഴും ചില കാര്യങ്ങളുണ്ട് പഴയതിൻ്റെതായിട്ടുള്ളത്. അത് ശാപമാണെങ്കിലും രോഗമാണെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിൽ നമ്മൾ കാണുന്നുണ്ടാവാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അത് എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് നമുക്ക് വായിക്കാം. ഗലാത്യർ അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? യേശുക്രിസ്തു ക്രൂശിൽ പോയി എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പോയി. പക്ഷെ നമ്മൾ പറയുകയാണ്, യേശുവേ, ഞാൻ എൻ്റെ പ്രവൃത്തികളാൽ ഞാൻ നീതിമാനാവും, ഞാൻ ശരിയായിക്കോളാം. പക്ഷെ നമ്മൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ എല്ലാ ന്യായപ്രമാണത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കണം. അതിൽ ഒരെണ്ണം തെറ്റിച്ചാൽ എല്ലാം തെറ്റിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ശാപത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇന്നും നമ്മൾ ആ ന്യായപ്രമാണത്താലുള്ള ശാപം അത് നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഇപ്പോഴും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണത്താൽ ദൈവത്തിന് മുമ്പിൽ ആർക്കും നീതിമാന്മാരാകുവാൻ സാധിക്കുകയില്ല. നമുക്കൊരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളാൽ നമുക്ക് ആ നീതി അല്ലെ വിശുദ്ധിയിൽ നമുക്ക് ഭാഗവാക്കാകാൻ സാധിക്കുകയില്ല. നിങ്ങൾ വീണാൽ, എപ്പോഴെങ്കിലും വീണാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ നീതിമാനാണ്. യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലൂടെ എത്രയധികം നിങ്ങൾ ഒരു നീതി ബോധത്തിൽ ഉണരുന്നുവോ അപ്പോൾ ആ എല്ലാ പ്രവൃത്തികളും സ്വാഭാവികമായി തന്നെ അത് പോയിക്കൊണ്ടിരിക്കും. ബിലവഡ് സഭ, നിങ്ങൾ വചനം കേൾക്കുകയാണ്, നിങ്ങൾ ജീവിക്കുകയാണ്, നിങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിവ് നിങ്ങൾ ആരാണെന്നുള്ളതിൽ ഉണരുകയാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. റോമർ 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്നും യഹൂദർ സമാജത്തിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇന്നും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. സ്വയം നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ, അവരവരുടെ പ്രവൃത്തിയിലൂടെ, അവരുടെ കർമ്മത്തിലൂടെ. ഈ കാര്യത്തിൻ്റെ അറിവില്ലാതെ അവർക്ക് വേണ്ടി മുന്നമേ യേശുക്രിസ്തു ഇതെല്ലാം പൂർത്തീകരിച്ചു എന്നുള്ളത്. അവരുടെ മശിഹ ലോകത്തിൽ വന്നു, അവൻ ഈ ലോകത്തെ വിടുതലിലേക്ക് കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ ഇന്നും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഒരുപാട് പേരുണ്ട് ഇന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മയിൽ ആ നീതിക്ക് വേണ്ടി യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നത്, അവൻ ക്രൂശിൽ ആ മരണത്തിലൂടെ അവൻ്റെ രക്തത്തിലൂടെ തന്നത് എന്തുകൊണ്ടെന്നാൽ ആ നീതി യേശുക്രിസ്തുവിലൂടെയുള്ളത് അത് വിശ്വാസത്താലാണ് ഗ്രഹിക്കുന്നത്. ആളുകൾ നല്ല പ്രവൃത്തിയിലൂടെ അവർ നീതി സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, സ്വയം നീതി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല കാര്യമാണ്. പക്ഷെ അത് മരിച്ച പ്രവൃത്തികളാണ്, അത് ശരീരത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും 40 ദിവസം ഉപവാസം വെക്കുന്നതാണെങ്കിലും അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നീതിമാനാകാൻ സാധിക്കുകയില്ല. അത് നല്ല പ്രവൃത്തിയാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നത് ആ സ്ഥാനത്ത് വന്നിട്ടായിരിക്കണം. അവിടെ നിങ്ങൾ നീതിമാന്മാരായിരിക്കും സ്ഥാനത്ത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 3-ാം അധ്യായം 21-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആ നീതി, ദൈവത്തിൻ്റെ നീതി, അത് പ്രകടമായിരിക്കുകയാണ്. ന്യായപ്രമാണവുമായി വ്യത്യസ്തമായിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ന്യായപ്രമാണം പ്രവാചകന്മാരും എന്താണ്? അത് പഴയ നിയമത്തെയാണ് കാണിക്കുന്നത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സ്വർഗീയ പിതാവ് അവൻ ന്യായിയാണ്. എന്തൊക്കെ പാപങ്ങൾ മാനവരാശി ചെയ്തു അതിൻ്റെ ന്യായം നടത്തുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നു. അതിനാണ് അവൻ ഒരു പുത്രനെ ശരീരത്തിൽ അയച്ച് ശിക്ഷകളെല്ലാം യേശുക്രിസ്തു അവൻ്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചു. എന്തിന്? ഇന്ന് ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നീതിമാന്മാരാകുവാൻ വേണ്ടി. എനിക്കും നിങ്ങൾക്കും പകരമായി അവൻ ക്രൂശിൽ പോയി, അവൻ മരണം അനുഭവിച്ചു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 27-ാം വാക്യത്തിൽ, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല വിശ്വാസമാർഗത്താലോ? അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. മുന്നോട്ട് നമുക്ക് നോക്കാം. വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വിശ്വാസം ഉപയോഗിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും മഹത്വകരമായത് വിശ്വാസത്താൽ നീതി എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിശ്വാസം അതൊരു താക്കോലാണ്. അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും ആ വിശ്വാസം അത് നീതിക്ക് വേണ്ടിയുള്ളതാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇത് വചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ഇത് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ് എഴുതുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾക്കറിയാമോ, ഒരു സമയമുണ്ടായിരുന്നു ചരിത്രത്തിൽ ഈ വെളിപ്പാട് ലഭിച്ചത്. ആ ആളറിഞ്ഞിരുന്നു നീതി എന്ന് പറയുന്നത് അത് വിശ്വാസത്താലാണ് പ്രാപിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ ശക്തി അത് ദൈവത്തിൽ നിന്നും വരുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ പൗലോസും പറയുകയാണ്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട്?
ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് എനിക്കിങ്ങനെ ലഭിച്ചു. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളൊന്നും പറയുകയില്ലായിരിക്കും. പക്ഷെ സത്യം ഇതാണ്, കൃപയാലാണ് നിങ്ങൾക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. ആ നീതിയുടെ ദാനമാണ് ഈ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, ഞാൻ പോയി ഇത് മുഴുവൻ ലോകത്തെയും അറിയിക്കും. നിങ്ങൾക്കറിയാമോ, സുവിശേഷം എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം നല്ല വിശേഷം. ഇതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഇതിനെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയാം. ആ ശക്തിയോട് കൂടെ എൻ്റെയും നിങ്ങളുടെയും രക്ഷയെ കൊണ്ടുവന്നു. രക്ഷ എന്ന് പറയുന്നത് നമ്മളെ നരകത്തിൽ പോകുന്നതിൽ രക്ഷിക്കുക മാത്രമല്ല, അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അത് മാത്രമല്ലാതെ നമ്മൾ ആ രക്ഷ എന്നുള്ളതിൻ്റെ ഗ്രീക്കിൽ അർത്ഥം നോക്കിയാൽ അതിൻ്റെ വാക്ക് സോട്ടിയ എന്നാണ്. ആ വാക്കിൽ ഒരുപാട് ആഴമുണ്ട്. അതിൻ്റെ അർത്ഥം സൗഖ്യം, ദൈവിക ആരോഗ്യം, എല്ലാ മേഖലയിലും ഉയർച്ച, എല്ലാ മേഖലയിലും സുരക്ഷ, ഇതെല്ലാം ഈ വാക്കിൽ പൂർണ്ണമാകുകയാണ്. അതുകൊണ്ട് ഈ ശക്തി ഇത് പുറത്തു പോകുമ്പോൾ അത് ജീവൻ മാറ്റിമറിക്കുവാനിടയാകും. നിങ്ങളെല്ലാവരും നമ്മുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ അതെങ്ങനെയാണ് ആ സാക്ഷ്യങ്ങൾ ഉണ്ടാവുന്നതെന്ന്? ഇവിടെ പ്രസംഗിക്കപ്പെടുകയാണ് വചനം. ആ വചനം കേൾക്കുന്നതിലൂടെ അത് അവർ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ഇന്ന രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിച്ചു, ഞാൻ സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിച്ചു. ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവശക്തിയാലാണ്. ദൈവത്തിൻ്റെ ശക്തി എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കുന്നു. അതുപോലെ ആ രക്തമൊഴുകുന്ന സ്ത്രീ നമ്മൾക്ക് ബൈബിൾ വായിക്കുവാൻ സാധിക്കും. അവൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ആ ശക്തി യേശുക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടു, അവൾ സൗഖ്യമാകുവാനിടയായി. അതുപോലെ ഇവിടെ നിന്ന് ആ നീതിയുടെ സുവിശേഷം പറയുമ്പോൾ ആ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യത്യാസത്തെ കാണുവാനിടയാകും. ആ ശക്തി അത് വചനത്തിലുള്ള ശക്തിയാണ്. ഇത് എല്ലാവർക്കും വേണ്ടി ഇത് ലഭിക്കും. ആരൊക്കെ വിശ്വസിക്കുന്നുവോ അതിലൊരു വ്യത്യാസവുമില്ല നിങ്ങൾ ആരാണെന്നുള്ളതുമായി ബന്ധപ്പെട്ടില്ല ഇരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണോ, ഭാരതത്തിൽ നിന്നുള്ളതാണോ അല്ലയോ, ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ഇത്ര ശക്തിയുള്ളത് എന്താണത്? അത് വിശ്വാസം, നീതിക്ക് വേണ്ടിയുള്ള വിശ്വാസം. നമ്മൾ നമ്മുടെ നീതിക്ക് വേണ്ടി വിശ്വസിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വാഴുവാനിടയാകും. നിങ്ങൾ വാഴുവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തികൾ മൂലം നിങ്ങൾക്ക് നീതിമാന്മാരാകാൻ സാധിക്കില്ല. നിങ്ങൾ വിശ്രമിക്കുക. നിങ്ങൾ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ നീതിയെ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. വിശ്വാസം സാമ്പത്തിക മേഖലയിൽ, അല്ലെങ്കിൽ വിശ്വാസം സൗഖ്യത്തിന് വേണ്ടി. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ തുടക്കത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകെ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾക്കറിയാമോ, ഇതിൻ്റെ മുകളിലുള്ള വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നവെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇതിൽ എത്ര വലുതാണ് എനിക്ക് വേണ്ടി. ഇവിടെ പക്ഷെ വചനത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ. നമ്മുടെ സ്വയം നീതിയുടെ അല്ല. പിന്നെ എഴുതിയിരിക്കുകയാണ്, അതോടുകൂടെ ഇതൊക്കെയും എന്തിനു വേണ്ടി അന്യജാതികൾ പരിശ്രമിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ എവിടെ വേണേലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും ആ സൗഖ്യം പ്രാപിക്കുവാൻ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ വളരെ ആവശ്യമാണ് ആ കുറ്റം വിധിക്കുന്ന ഹൃദയം, അത് പുറത്തു പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ധൈര്യം വേണം നിങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ്, യേശുക്രിസ്തു എൻ്റെ എല്ലാ പാപങ്ങളെയും ക്രൂശിലെടുത്തു, എൻ്റെ എല്ലാ കുറ്റങ്ങളെയും അവൻ അവൻ്റെ ശരീരത്തിലെടുത്തു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും. നിങ്ങളുടെ നീതിയിൽ എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എത്രയധികം നിങ്ങൾ നീതി ബോധത്തിൽ നിങ്ങൾ ഉണരുന്നുവോ അത്രയധികം നിങ്ങൾ ഉയർച്ചയുടെ പുറകെ ഓടേണ്ട ആവശ്യം വരികയില്ല. പിന്നെ ഉയർച്ച നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും.
ആ സ്വർഗീയ ആരോഗ്യം അത് നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്വർഗീയ ദൈവിക സുരക്ഷ നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും 54-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. എത്രയധികം നിങ്ങളെ തന്നെ നീതിയിൽ നിങ്ങൾ ഉറപ്പിക്കുന്നുവോ, നീതിയുടെ തിരിച്ചറിവ് നിങ്ങൾ സ്ഥിരമാക്കി വെക്കുന്നുവോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പുറകെ ഓടേണ്ട ആവശ്യം വരികയില്ല. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. നിങ്ങളുടെ മക്കൾ, അവരുടെ സ്വഭാവം, അവരുടെ രീതി, അവരുടെ ആരോഗ്യം, അവരുടെ പഠനം എല്ലാം നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അവരുടെ ഹൃദയത്തിൽ എല്ലാ മേഖലയിലും, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം സമാധാനത്താൽ, നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതുപോലെ സമാധാനത്താൽ ആ ശരിയായ രീതി അവരുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. ഇത് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് കൂടെ ആ സാക്ഷ്യം പങ്കുവെക്കണമെന്ന്. എൻ്റെ മൂത്ത മകൻ, അവനുമായിട്ട് ഞാൻ വളരെ ശക്തി ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ വലിയൊരു ക്ലാസ്സിലേക്ക് പോയി. അവൻ്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള കൂട്ടുകാർ ഞാൻ ആഗ്രഹിച്ചില്ല അവരുമായി കൂട്ടുകൂടണമെന്ന്. സ്വർഗീയ പിതാവ് അപ്പോൾ എനിക്ക് വചനം തന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. ഈ വചനത്തിലൂടെ ആ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ എൻ്റെ മകനെ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, ശരി, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് പോകാം, അവരെ കാണാൻ പോകാം. ഞാൻ ഇത്ര ചിന്തിക്കാൻ ഭാരപ്പെടാൻ തുടങ്ങി എന്നത് മാറ്റിവെച്ചു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ആ കാര്യത്തിന്. ആ ഗ്രൂപ്പ്, ആ കൂട്ടുകാരുടെ ഗ്രൂപ്പ് അവരെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മകൻ അവരുമായിട്ട് വേറെ നല്ലൊരു കൂട്ടുകെട്ടിലാണ്, ഇപ്പോൾ നല്ല കൂട്ടുകാരുടെ കൂടെ. ഇപ്പോൾ അവൻ്റെ പഠനത്തിലും അവൻ നല്ലതാവുകയായിരിക്കുകയാണ്. അവൻ്റെ തന്നെത്താൻ ടൈം ടേബിൾ ഉണ്ടാക്കി. അവൻ സമയമെടുത്ത് തന്നെത്താൻ പഠിക്കുവാൻ വേണ്ടി. അവൻ പുറത്ത് ട്യൂഷന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതും കുറച്ചു. ഇതെല്ലാം സ്വാഭാവികമായി അകത്തുനിന്ന് വന്നതാണ്. ഒരു സമയമുണ്ടായിരുന്നു ഞാൻ അവനോട് ഇത് ചെയ്യാൻ പറയുമായിരുന്നു. അപ്പോൾ അവൻ അത് പ്രവർത്തിച്ചില്ല. പക്ഷേ ദൈവം ആ പ്രവൃത്തി ചെയ്തപ്പോൾ എത്ര അത്ഭുതകരമായി ആ പ്രവൃത്തി നടന്നു. ഇപ്പോൾ അവൻ്റെ സ്കൂളിൽ ഒരു തലയുടെ രൂപത്തിൽ അവനെ വെച്ചിരിക്കുകയാണ്, ഒരു ഉയർന്ന സ്ഥാനത്ത്. എത്ര അവൻ്റെ കൂട്ടുകാരുണ്ടോ അത് നല്ല നല്ല കൂട്ടുകെട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ആ കൂട്ടുകെട്ടിനാൽ ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടിരുന്നു. ചിലപ്പോൾ അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ പോയി അവൻ്റെ സ്വഭാവം എങ്ങനെ മാറിപ്പോവും. പക്ഷേ സ്വർഗീയ പിതാവ് അവനെ അങ്ങനെ പഠിപ്പിച്ചു, അവനെ ഉപദേശിച്ചു, അങ്ങനെ സുരക്ഷിതമായ സ്ഥാനത്ത് വെച്ചു. അവിടെ അവൻ്റെ അടുത്ത് എല്ലാം ഒരു നല്ല രീതിയിൽ അവൻ പ്രാപിക്കുകയാണ്. എനിക്കിനി അവനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഭാരപ്പെടാറില്ല. ഞാൻ എൻ്റെ സ്കൂളിലും അവൻ ഒവലായിരിക്കുകയാണ്. അതേ രീതിയിൽ എൻ്റെ ചെറിയ മകനും, അവൻ 3 വയസ്സിൻ്റേതാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ അവൻ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഭാരപ്പെടുന്നില്ലായിരുന്നു ഈ കാര്യത്തിൽ. നിങ്ങൾക്കറിയാം ലോകം എങ്ങനെയാണെന്ന്. അവർ പറയും അവൻ ഇതുവരെ സംസാരിച്ചില്ല, അവനൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയും. ഇതേ രീതിയിലാണ് ഈ ലോകം ഒരു തിരിച്ചറിവിടാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മുകളിലും എൻ്റെ മക്കളുടെ മുകളിലും. ഞാൻ അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും ഇടിച്ചു കളഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ശരി. അദ്ദേഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അവനോട് കൂടെ അത് സമ്മതിച്ചു. ഞാൻ എൻ്റെ മകനോട് കൂടെ എന്നും 1 മണിക്കൂർ ഇരുന്നു. 7 ദിവസം ഞാൻ ചെയ്തു. ഞാൻ ABCD വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവനെ. ഞാൻ എന്താണ് കണ്ടതെന്നാൽ 7-ാം ദിവസം എനിക്ക് അറിയുക പോലുമില്ല എൻ്റെ മകൻ്റെ ഉള്ളിൽ ഇത്രയധികം അറിവുണ്ടായിരുന്നുവെന്ന്. അവൻ ഒരു പുസ്തകം വായിക്കുകയാണ് തന്നെത്താനിരുന്ന്. അത് വളരെ കട്ടിയുള്ള വാക്കുകൾ പോലും അവൻ വായിക്കുകയാണ്. ആ ബുക്കിൽ എഴുതിയിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ്. ഇതെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല.
ദൈവത്താൽ അവൻ ഉപദേശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എത്ര മാതാപിതാക്കളുണ്ടോ നിങ്ങളെല്ലാം പ്രത്യേകമായി നിങ്ങൾ വിശ്വസിക്കുക, ദൈവമാണ് നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നവൻ. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി നമ്മൾ ആ നീതിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ നീതി അത് നമുക്ക് വിശ്വാസത്താൽ നമ്മൾ ഉണ്ടാക്കുകയല്ല, അത് നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് നോക്കാം. വചനത്തിൽ നിന്നും മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 14-ാം വാക്യത്തിൽ, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും. ആ സ്ഥിരമായി നിലനിൽക്കുന്നതിലൂടെ പീഡനത്തോടകന്നിരിക്കും. നീ നിനക്ക് ഭയപ്പെടുകയില്ല. അതിനോട് നമ്മുടെ ദൂരത്തിലായിരിക്കും. സദൃശവാക്യത്തിൽ നമ്മൾ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ നമ്മൾ സാഹചര്യങ്ങളിൽ നിന്ന് ഓടുന്നവരായിരിക്കില്ല, പക്ഷെ സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിലും അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിശ്രമിക്കുവാൻ നിങ്ങൾ പഠിക്കും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ല. 91-ാം സങ്കീർത്തനത്തിൽ ഒരു വാഗ്ദത്തം നമുക്ക് കാണാൻ സാധിക്കും, ഒരു മഹാമാരി നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 15-ാം വാക്യത്തിൽ, അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവർ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആമേൻ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അത് എങ്ങനെയുള്ള ആയുധമാണെങ്കിലും ഏതായുധമാണെങ്കിലും അതൊന്നും നമുക്കെതിരായിട്ടുള്ളത് ഫലിക്കയില്ല. അത് ചിലപ്പോൾ അതൊരു കോർട്ട് കേസായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ഒരായുധവും ഒരു നീതിമാനായ വ്യക്തിയുടെ മുൻപിൽ, ഒരു നീതിയിൽ നിലനിൽക്കുന്ന വ്യക്തിയുടെ വിരോധമായിട്ട് അതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാ നാവുകളും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവർ, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എഴുതിയിരിക്കുകയാണ്, ഈ അവകാശം യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അത് യഹോവയുടെ മക്കളുടേതാണിത്. എന്താണ് മുന്നോട്ട് എഴുതിയിരിക്കുന്നത്? എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. മുന്നോട്ട് നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും, അബ്രഹാമിൻ്റെ ജീവിതം, അതിൽ നമുക്ക് ഉയർച്ച കാണാൻ സാധിക്കും. പക്ഷേ ആ ഉയർച്ച എങ്ങനെയാണ് പ്രാപിച്ചതെന്ന് ബൈബിളിൽ നമുക്ക് നോക്കാം. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വളരെ ധനികനായ വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലയിലും അവനൊരു ധനികനായിരുന്നു. നമുക്ക് വായിക്കാം, ഗലാത്യർ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വിശ്വസിച്ചു, ആ വിശ്വാസം അവന് വേണ്ടി നീതിയായി കണക്കിടുവാനിടയായി. മുന്നോട്ട് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് 4:5 നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വിശ്വസിച്ചു, ആ വിശ്വാസം അവന് വേണ്ടി നീതിയായി കണക്കിട്ടുവെന്ന്. മുന്നോട്ട് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതുകൊണ്ട് നമ്മൾ നീതിയായിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല, വിശ്വാസത്താലാണ്. നമ്മൾ റോമർ അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യമാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആ അവകാശം, ആ ഉയർച്ച അബ്രഹാമിന് നീതി ന്യായപ്രമാണത്താലല്ല ലഭിച്ചത്, ആ നീതി വിശ്വാസത്താലാണ് അവന് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രവൃത്തികൾ മൂലമോ കർമ്മത്താലോ അവൻ നീതിമാനായതല്ല.
എന്തുകൊണ്ടെന്നാൽ അവന് ഒരുപാട് തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? അതിനുശേഷവും അബ്രഹാം ആ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു. എന്തുകൊണ്ട്? അവൻ നീതിമാനായിരുന്നു. അവൻ ന്യായപ്രമാണത്താലല്ല. ആ നീതി വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടാതിരിക്കുക, പക്ഷേ നിങ്ങൾ നിലനിൽക്കുക, ഉറച്ചു നിൽക്കുക നിങ്ങളുടെ തിരിച്ചറിവിൽ, നീതിയുടെ വിഷയത്തിലുള്ളതിൽ. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. നമുക്ക് മുന്നോട്ട് വായിക്കാം. റോമർ അതിൻ്റെ 4-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത് നോക്കുക. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ സമയത്ത്. ഇത് നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു പ്രവചന രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾക്കറിയാമോ, നമ്മളിൽ കൂടെ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ഞാനും നിങ്ങളും എത്ര ഭാഗ്യവാന്മാരാണ്. ആ പാപം അത് നമ്മുടെ മുകളിൽ എണ്ണപ്പെടുന്നില്ല. അവൻ നമ്മളെ പാപികളായി കണക്കിട്ടിട്ടില്ല. ആ പാപം യേശു അവൻ്റെ ശരീരത്തിലെടുത്തു. അതിൻ്റെ മുഴുവൻ വിലയും ക്രൂശിൽ അവൻ്റെ രക്തത്താൽ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് മുന്നോട്ട് നോക്കാം. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. ഈ പാപം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പാപം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലുമുണ്ട്. ഒരു പ്രമാണം നമുക്ക് ശരീരത്തിൽ കാണാൻ സാധിക്കും, പാപത്തിൻ്റെയും മരണത്തിൻ്റെതുമായിട്ടുള്ളത്. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് സംസാരിച്ചത് അത് നമുക്ക് കുറച്ച് നോക്കാം. നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ബോധത്തിൽ ഒരു പാപവുമില്ലായിരുന്നു, അവനിൽ ഒരു കുറ്റവുമില്ലായിരുന്നു. പക്ഷെ ആ എല്ലാ കുറ്റവും എല്ലാ പാപവും യേശു എടുത്തു. എന്തിന്? ഇന്നത്തെ ദിവസം നമുക്ക് ആ കുറ്റം നമ്മുടെ മേൽ വിധിക്കപ്പെടാതിരിക്കാൻ. നമുക്കിവിടെ വായിക്കാം. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ തിരിച്ചറിവാണ്. യേശു ക്രൂശിൽ പോയപ്പോൾ ഞാനും നിങ്ങളും ക്രൂശിൽ പോയി. അവൻ അടക്കപ്പെട്ടപ്പോൾ നമ്മളും അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപത്തിന് വേണ്ടി ഒരിക്കലായി മരിച്ചു. ഏത് പാപം? അവൻ ഇവിടെയുള്ള പാപം, എല്ലാ പാപത്തിനും ശാപത്തിനും വേണ്ടി അവൻ മരിച്ചു. എല്ലാ കുറ്റങ്ങളെയും അവൻ എടുത്തു. എല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ യോഗ്യരല്ല എന്ന്. അതിനെയെല്ലാം എടുത്തുകൊണ്ട് യേശു ക്രൂശിൽ കയറി. അതിനെയെല്ലാം എടുത്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരണത്തെ അനുഭവിച്ചു. അതുപോലെ നമ്മൾ നമ്മുടെ തിരിച്ചറിവും യേശുവിനോട് കൂടെ കാണുകയാണ്. നമ്മുടെ മനുഷ്യത്വം, പഴയ മനുഷ്യത്വം അത് മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശരീരം മരിച്ചിരിക്കുകയാണ്, അത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മരിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഞാനൊരു കുറ്റബോധത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയം, അല്ലെ, അത് എന്താണ്? ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയം അതാണ്. അത് ചിന്തിക്കുകയാണ്, ഞാൻ കുറ്റക്കാരനാണ്. ആ എല്ലാ ശരീരത്തിൻ്റെ പ്രവൃത്തികളും, അത് ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഒരു കുറ്റബോധത്തെ നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതായി കാണുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ദേഷ്യത്തിൽ നമ്മൾ വന്നിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു, കോപിക്കുന്നു, നമ്മളുടെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ പുറപ്പെടുന്നു. അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഓ എനിക്ക് ഷുഗർ വരും, എനിക്ക് രോഗം വരും. എല്ലാ കാര്യങ്ങളിലും ഒരു കുറ്റബോധം നമ്മൾ കാണുകയാണ്. ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയം, അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും വേര്. ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയമാണ്. ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയത്തിലൂടെ എല്ലാ രോഗങ്ങളും മരണവും നമുക്ക് കാണുവാൻ സാധിക്കും. അത് നിങ്ങളെ അധികമായി ആ പാപത്തിൻ്റെ കുഴിയിൽ വീഴ്ചകൊണ്ടേയിരിക്കും. ആരെങ്കിലും കുറ്റബോധത്താൽ ആർക്കെങ്കിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നമ്മൾ, പക്ഷേ കൂടുതലായി അതിൽ തന്നെ നമ്മൾ കാണാൻ സാധിക്കും. ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ നിരാശ, ദുഃഖം. എന്തുകൊണ്ടെന്നാൽ കുറ്റം വിധിക്കുന്ന ഒരു ഹൃദയം, അത് എല്ലാ പ്രശ്നങ്ങളുടെയും വേരാണത്.
ഒരു കുറ്റം വിധിക്കുന്ന ഹൃദയത്താൽ മരണം അത് വരുവാനിടയാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു കുറ്റം ബോധം എന്താണെന്ന്. നമ്മൾ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് സംസാരിച്ചു, അല്ലെ ശരീരത്തിൽ പാപത്തിൻ്റെ പ്രമാണം. നിങ്ങൾക്കറിയാമോ, നമ്മൾ സമ്പൂർണ്ണമായി ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന നമുക്ക് ആ മഹത്വത്തിൻ്റെ ശരീരം നമുക്ക് ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ സമയത്തേക്ക് വരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ മുകളിൽ വരുന്നത് കാണാൻ ചിലപ്പോൾ സാധിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതല്ല, അത് നിങ്ങളുടെ മേൽ വാഴുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളാണ് അതിൻ്റെ മേൽ വാഴുന്നത്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ, ആർക്കെങ്കിലും ഒരു സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ എത്രയധികം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ നിങ്ങൾ ഉണരുന്നുവോ, ഞാനത് പ്രാപിച്ചതല്ല, അതൊരു സമ്മാനമാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാ തെറ്റായ പ്രവൃത്തികളുടെ മുകളിൽ നിങ്ങൾ വിജാളികളാകും. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, നമ്മുടെ ശരീരത്തിൽ അവൻ കാണുകയാണ് അങ്ങനെയുള്ളൊരു പ്രമാണമുണ്ട്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. പക്ഷേ യേശുക്രിസ്തു വന്നു, അവനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചു. ആ ജീവന്റെ പ്രമാണം ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും അടുത്ത് ഉള്ള കാര്യം അത് ജീവന്റെ പ്രമാണമാണ്. നമുക്ക് മുന്നോട്ട് നോക്കാം, നമുക്ക് വായിക്കാം. റോമർ എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ് പറയുകയാണ്, ഞാൻ ചില പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്കിത് ചെയ്യണ്ട എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾക്കറിയാമോ, പാപത്തിന്റെ ഫലം അത് ന്യായപ്രമാണമാണ്, അതിന്റെ മുള്ള് മരണമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണ് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിക്കുന്നതെന്ന്? നിങ്ങളെ തന്നെ ആ സ്ഥാനത്ത് കാണും, നിങ്ങൾ അതേ പ്രവൃത്തി ചെയ്യുന്നതായിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിങ്ങളെ കൂടുതൽ കുറ്റവാളിയായിട്ട് കാണുകയാണ്, പിന്നെ കൂടുതൽ പാപത്തിന്റെ കുഴിയിൽ നിങ്ങൾ വീഴുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ ഈ കാര്യം കേൾക്കുകയാണ് ഇപ്പോഴും, ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്, ഒരുപാട് ന്യായപ്രമാണങ്ങൾ, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ആ പ്രവൃത്തി ചെയ്യുക. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയാകും. പാപം എഴുതിയിരിക്കുകയാണ്, പാപത്തിന്റെ മുള്ള് പിന്നെ മരണമാണ്. ആ മരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ജീവന്റെ മേഖലകളിലും, ആത്മീയമായിട്ടാണെങ്കിലും ബന്ധത്തിലാണെങ്കിലും, ഇതാണ് ഒരു കുറ്റബോധം ചെയ്യുന്നത്. ആ പാപത്തിന്റെ ഫലം അത് ന്യായപ്രമാണമാണ്. അതുകൊണ്ടാണ് പൗലോസ് വചനത്തിൽ എഴുതുന്നത്, നമ്മൾ വായിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വധിച്ചു എന്ന് വെച്ചാൽ ശരീരത്തിലൊരു പ്രമാണം നമ്മൾ കാണുകയാണ്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും. ന്യായപ്രമാണം നൽകിയപ്പോൾ എഴുതിയിരിക്കുകയാണ്, പാപത്തിന്റെ ബലം അത് ന്യായപ്രമാണമാണ്. അത് കൊടുത്തത് മനുഷ്യന്റെ ഉള്ളിലുള്ള പാപം അത് പുറത്തു വരണം, മനുഷ്യൻ അറിയണം അവർ പാപികളാണ് എന്ന്, അവർക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു.
പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് ആ പാപത്തിന്റെ സ്വഭാവം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നത് നിങ്ങൾ തന്നെത്താൻ കുറ്റം വിധിക്കാതിരിക്കുക. നിങ്ങൾ പറയുക, ഞാൻ നീതിയാണ്, ഞാൻ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിലൂടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും മുകളിൽ വിജയാളികളാകാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആമേൻ. ഇതൊരു സത്യമാണ്, ഒരു അനുഗ്രഹത്താൽ നിറയപ്പെട്ടിരിക്കുന്ന സത്യം. എൻ്റെ വിശ്വാസമാണ് ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആമേൻ. നമുക്ക് ഇവിടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്കൊരു പ്രാർത്ഥന, ആത്മീയ ദശാംശം നമുക്ക് യേശുവിനെ അർപ്പിക്കാം. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയുക. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ മകനാണ്. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഈ സമയത്ത് നമ്മൾ ദശാംശം അർപ്പിക്കുകയാണ്. എല്ലാ ആ സത്യങ്ങൾക്ക് വേണ്ടിയും, ആ എല്ലാ വെളിപ്പാടുകൾക്ക് വേണ്ടിയും, എല്ലാ ജീവന് വേണ്ടിയും ഇന്ന് എൻ്റെ പ്രാണനിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നതിന് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ നന്ദി അർപ്പിക്കാൻ തുടങ്ങുക. Father, I thank you for this word of righteousness just went forth and will bring upon salvation in the lives of all those who were present and who have heard. In Jesus' name, amen.